Carry out measuring practice on the height of the rotor of an oil pump from the surface of the housing or any other auto component measurement with a depth micrometer. ഹലോ, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവശ്യത്തിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. വരും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓട്ടോമൊബൈൽ സർവീസ് ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ജനറൽ മെയിൻ്റനൻസ് ഉൾപ്പെടുന്നു. പെർട്ടിക്കുലർ അസംബ്ലി, ഇൻസ്പെക്ഷൻ, കേടായ കമ്പോണൻറ്റുകൾ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുകയും റിപ്പയർ ചെയ്യുകയും ചെയ്യുക. ഇവയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, തകരാറുകൾ പരിഹരിക്കുക. ഇൻസ്പെക്ഷനിൽ പ്രധാനമായും മെഷർമെൻറ്റ് ഉൾപ്പെടുന്നു. പല പരിശോധനാ രീതികൾക്കും ലെങ്ത്, ഡയാമീറ്റർ, ഡെപ്ത് എന്നിവ പോലുള്ള ലീനിയർ മെഷർമെൻറ്റ് ആവശ്യമാണ്. ഡെപ്ത് മൈക്രോമീറ്ററുകൾ പോലെയുള്ള പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ച് ഡെപ്ത് അളക്കാൻ കഴിയും. ഡെപ്ത് മൈക്രോമീറ്റർ ഉപയോഗിച്ച് ഡെപ്ത് അളക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നു. ഈ ഡെമോൺസ്ട്രേഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് ഡെപ്ത് മൈക്രോമീറ്ററിന്റെ ശരിയായ റേഞ്ച് തിരഞ്ഞെടുക്കാൻ, എറർ കാൽക്കുലേഷൻ ഉപയോഗിച്ച് മൈക്രോമീറ്റർ സെറ്റ് ചെയ്യാൻ, വർക്കിൽ മൈക്രോമീറ്റർ സെറ്റ് ചെയ്യാൻ, മൈക്രോമീറ്ററിലെ മെഷർമെന്റ് റീഡ് ചെയ്യാൻ, ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെന്റുകളും, സർഫേസ് പ്ലേറ്റ്, എക്സ്റ്റൻഷൻ റോഡുകളുള്ള ഡെപ്ത് മൈക്രോമീറ്റർ, ഗേജ് ബ്ലോക്ക്, ആവശ്യമുള്ള മെറ്റീരിയലുകൾ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ബനിയൻ വേസ്റ്റ്. ഏതെങ്കിലും കോമ്പോണന്റുകളുടെ ഡെപ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഡെപ്ത് മൈക്രോമീറ്റർ. ഗ്രാജുവേഷന്റെ അടിസ്ഥാനത്തിൽ ഡെപ്ത് മൈക്രോമീറ്ററിനെ തരംതിരിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് മൈക്രോമീറ്റർ, മെട്രിക് മൈക്രോമീറ്റർ. ഇക്കാലത്ത് ഓട്ടോമോട്ടീവ് സർവീസ് ഇൻഡസ്ട്രി മെട്രിക് മെഷർമെന്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ മെട്രിക് മൈക്രോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ റീഡിംഗ് എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നു. അളവെടുക്കുന്നതിന് മുമ്പ് ഭാഗങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഡെപ്ത് മൈക്രോമീറ്ററിൽ താഴെ പറയുന്ന ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു: സ്റ്റോക്ക്, ലോക്ക്, ബാരൽ അല്ലെങ്കിൽ സ്ലീവ്, തിമ്പിൾ, ക്യാപ്പ്, എക്സ്റ്റൻഷൻ റോഡുകൾ. സ്റ്റോക്കിന് മെഷറിംഗ് ഫേസുകളുണ്ട്. അവയ്ക്കിടയിലാണ് മെഷർ ചെയ്യേണ്ട സർഫേസുകൾ വയ്ക്കുന്നത്. അളവുകൾ എടുത്ത ശേഷം ലോക്ക് ചെയ്യാൻ ലോക്ക് ഉപയോഗിക്കുന്നു. അതിനുശേഷം മാത്രമേ നമുക്ക് ഇൻസ്ട്രുമെന്റ് നീക്കം ചെയ്യാൻ കഴിയൂ. അതിനാൽ എടുത്ത റീഡിംഗ് മാറുകയില്ല. ബാരലിന് അതിന്റെ മധ്യഭാഗത്ത് ഒരു ലീനിയർ ലൈനുണ്ട്. കൂടാതെ ഇൻഡെക്സ് ലൈനിന്റെ വശങ്ങളിൽ ഗ്രാജുവേഷൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു. തിമ്പിളിന് ചുറ്റും ഗ്രാജുവേഷനുകളും അതിന്റെ ബെവൽ എഡ്ജിൽ ഒരു ഗ്രാജുവേറ്റ് ചെയ്ത സ്ലീവും ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് റീഡിംഗുകൾ അളക്കാൻ കഴിയും. ഡെപ്ത് മൈക്രോമീറ്റർ ഉപയോഗിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള എക്സ്റ്റൻഷൻ റോഡുകൾ നൽകിയിട്ടുണ്ട്. അളക്കേണ്ട ഭാഗത്തിന്റെ ഡെപ്ത് അടിസ്ഥാനമാക്കി നമുക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ക്യാപ്പ് നീക്കം ചെയ്തുകൊണ്ട് തിമ്പിളിലും സ്ലീവിലും എക്സ്റ്റൻഷൻ റോഡ് ചേർക്കാവുന്നതാണ്. എക്സ്റ്റൻഷൻ റോഡിന് കോളർ ഹെഡ് ഉണ്ട്. അത് റോഡ് ടൈറ്റ് ആയി പിടിക്കാൻ സഹായിക്കുന്നു. മെഷറിംഗ് സിസ്റ്റം. ബാരൽ അല്ലെങ്കിൽ സ്ലീവിന് ഒരു ഇൻഡെക്സ് ലൈൻ ഉണ്ട്. മെയിൻ സ്കെയിൽ ഇൻഡെക്സ് ലൈനിന് മുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ 1 മില്ലിമീറ്റർ ആക്യൂറസിയുമുണ്ട്. മെയിൻ സ്കെയിൽ വീണ്ടും രണ്ടായി വിഭജിക്കുകയും ഇൻഡെക്സ് ലൈനിന് താഴെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. തിമ്പിളിനെ 50 തുല്യ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ലീസ്റ്റ് കൗണ്ടുമായി ഗുണിച്ചതിനു ശേഷം ഒരു ഡിവിഷനിൽ 0.01 മില്ലിമീറ്റർ ഉണ്ട്. ഇത് ഡെപ്ത് മൈക്രോമീറ്ററിന്റെ ആക്യുറസിയാണ്. ഏതെങ്കിലും അളവുകൾ എടുക്കുന്നതിന് മുമ്പ് ഏകദേശം സ്റ്റീൽ റൂൾ അല്ലെങ്കിൽ മറ്റ് നോർമൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് അളക്കേണ്ട ഡെപ്ത് അളക്കുക. അതിനുശേഷം ശരിയായ എക്സ്റ്റൻഷൻ റോഡ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് അളക്കുന്ന വാല്യൂ 15.00 മില്ലിമീറ്റർ ആണെങ്കിൽ 0 മുതൽ 25 മില്ലിമീറ്റർ എക്സ്റ്റൻഷൻ റോഡ് തിരഞ്ഞെടുക്കുക. വാല്യൂ 45.00 മില്ലിമീറ്റർ ആണെങ്കിൽ 25 മുതൽ 50 മില്ലിമീറ്റർ എക്സ്റ്റൻഷൻ റോഡ് തിരഞ്ഞെടുക്കുക. ഡെപ്ത് മൈക്രോമീറ്ററിൽ നിന്ന് ക്യാപ്പ് നീക്കം ചെയ്യുക. കോളർ സ്പർശിക്കുന്നതുവരെ എക്സ്റ്റൻഷൻ റോഡ് തിരുകുക. ക്യാപ്പ് വീണ്ടും ഉറപ്പിക്കുക. ഇപ്പോൾ മൈക്രോമീറ്ററിൽ എന്തെങ്കിലും എറർ ഉണ്ടോയെന്ന് പരിശോധിക്കുക.
ഉദാഹരണത്തിന് നിങ്ങൾക്ക് 0 മുതൽ 25 മില്ലിമീറ്റർ ഡെപ്ത് മൈക്രോമീറ്ററിലെ എറർ പരിശോധിക്കണമെങ്കിൽ മൈക്രോമീറ്ററിന്റെ മെഷറിംഗ് സർഫേസുകൾ സർഫേസ് പ്ലേറ്റിൽ നായി ഫിക്സ് ചെയ്യുക. മറ്റ് മൈക്രോമീറ്ററുകൾക്കായി സീറോ എറർ പരിശോധിക്കുന്നതിന് ഒരു ഗേജ് ബ്ലോക്ക് ഉപയോഗിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കി തിമ്പിളിനെ മുറുക്കുക. റോഡിന്റെ അറ്റം സർഫേസ് പ്ലേറ്റിൽ തൊടുമ്പോൾ റൊട്ടേഷൻ നിർത്തുക. ഇത് ഫീലിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോൾ തിമ്പിളിന്റെ സീറോ ലൈനും ഇൻഡെക്സ് ലൈനും യോജിക്കുന്നിടം നിരീക്ഷിക്കുക. 2 വരികളും കോയിൻസൈഡ് ആയാൽ സീറോ എറർ അല്ലെങ്കിൽ എറർ ഇല്ല. തിമ്പിളിന്റെ സീറോ ലൈൻ ഇൻഡെക്സ് ലൈനിനു താഴെയാണെങ്കിൽ അത് ഒരു പോസിറ്റീവ് എറർ ആണ്. ഇൻഡെക്സ് ലൈനിൽ നിന്ന് വ്യതിചലിച്ച ഡിവിഷനുകൾ എണ്ണുക. ഉദാഹരണത്തിന് 2 ഡിവിഷനുകൾ വ്യതിചലിച്ചിരിക്കുന്നു, അപ്പോൾ എറർ +0.02 മില്ലിമീറ്റർ ആണ്. തിമ്പിളിന്റെ സീറോ ലൈൻ ഇൻഡെക്സ് ലൈനിന് മുകളിലാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് എറർ ആണ്. ഇൻഡെക്സ് ലൈനിൽ നിന്ന് വ്യതിചലിച്ച ഡിവിഷനുകൾ എണ്ണുക. ഉദാഹരണത്തിന് 1 ഡിവിഷൻ വ്യതിചലിച്ചു, അപ്പോൾ എറർ -0.01 മില്ലിമീറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ഡെപ്ത് മൈക്രോമീറ്റർ ഉപയോഗിച്ച് ഒരു ഓയിൽ പമ്പിന്റെ റോട്ടറിന്റെ ആഴം അളക്കാൻ പോകുന്നു. ഒരു റോട്ടർ തരം ഓയിൽ പമ്പ് എടുക്കുക. ഇത് നന്നായി വൃത്തിയാക്കുക. ഓയിൽ പമ്പിൽ നിന്നും കവർ നീക്കം ചെയ്യുക. റോട്ടറുകൾ പുറത്തെടുത്ത് വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഓയിൽ പമ്പ് ബോഡിയിൽ വീണ്ടും റോട്ടറുകൾ സ്ഥാപിക്കുക. ശരിയായ വലിപ്പമുള്ള എക്സ്റ്റൻഷൻ റോഡുള്ള ഒരു മൈക്രോമീറ്റർ തിരഞ്ഞെടുക്കുക. റോട്ടർ ബോഡിയുടെ മുകളിലെ ഉപരിതലത്തിൽ സ്റ്റോക്കിന്റെ മെഷർ ചെയ്യേണ്ട ഫേസുകൾ ദൃഢമായി വയ്ക്കുക. തിമ്പിൾ അൺലോക്ക് ചെയ്യുക. എക്സ്റ്റൻഷൻ റോഡിന്റെ അറ്റം റോട്ടർ ഇരിക്കുന്ന ബോഡിയുടെ അടിയിൽ സ്പർശിക്കുന്നതുവരെ തിമ്പിലുകൾ സ്ക്രൂ ചെയ്യുക. ഇനി ലോക്ക് മുറുക്കുക. ഓയിൽ പമ്പിൽ നിന്ന് മൈക്രോമീറ്റർ നീക്കം ചെയ്യുക. റീഡിംഗുകൾ എടുക്കുക. തിമ്പിളിന്റെ ബെവൽ എഡ്ജിനോട് അടുത്തിരിക്കുന്ന മെയിൻ സ്കെയിലിന്റെ റീഡിംഗ് ശ്രദ്ധിക്കുക. മെയിൻ സ്കെയിൽ വാല്യൂവിന് ശേഷം ഏതെങ്കിലും സബ് സ്കെയിൽ റീഡിംഗ് വിസിബിൾ ആകുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ 0.5 മില്ലിമീറ്റർ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ 0 ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇൻഡെക്സ് ലൈനുമായി കോയിൻസൈഡ് ചെയ്യുന്ന തിമ്പിൾ വാല്യൂ ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാ റീഡിംഗുകളും ടേബിളിൽ ചേർക്കുകയും കാൽക്കുലേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് യഥാർത്ഥ റീഡിംഗ് ലഭിക്കും. അതിനാൽ ഹൗസിംഗിന്റെ സർഫേസിൽ നിന്ന് ഒരു ഓയിൽ പമ്പിന്റെ റോട്ടറിന്റെ ഹൈറ്റ് അളക്കാൻ അല്ലെങ്കിൽ ഡെപ്ത് മൈക്രോമീറ്റർ ഉപയോഗിച്ച് മറ്റേതെങ്കിലും മെക്കാനിക്കൽ കമ്പോണന്റുകൾ അളക്കാൻ നമ്മൾ പഠിച്ചു. ഇക്കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.